ഹരേ കൃഷ്ണ. ഹര ഹര മഹാദേവ. എല്ലാവർക്കും പാർത്ഥസാരഥിയത്തിലേക്ക് സ്വാഗതം. ഭഗവാൻ ശ്രീ മഹാവിഷ്ണുവിന് സുദർശന ചക്രം ലഭിച്ച കഥയെക്കുറിച്ചറിയാം. ഒരു കാലത്ത് ദൈത്യന്മാർ വലിയ പരാക്രമശാലികളായിരുന്നു. അവർ ഭൂലോകവാസികളെയും ദേവന്മാരെയും എല്ലാം പലതരത്തിലും പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയം ധർമ്മത്തെ അവർ നശിപ്പിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഈ അസുരന്മാരുടെ ശല്യം സഹിക്കാൻ വയ്യാതെ ദേവന്മാർ സാക്ഷാൽ ശ്രീ ഭഗവാൻ മഹാവിഷ്ണുവിനെ അഭയം പ്രാപിച്ചു. എന്നാൽ ദേവരക്ഷകനായ സാക്ഷാൽ ഭഗവാൻ ശ്രീഹരിക്കും ആ ദൈത്യന്മാരെ വധിക്കുവാൻ അശക്തമായിരുന്നു. അതുകൊണ്ട് തന്നെ ഭഗവാൻ കൈലാസത്തിലേക്ക് ചെന്ന് സാക്ഷാൽ ശ്രീ പരമേശ്വരനെ വിധിപ്രകാരം പൂജിച്ചു തുടങ്ങി. അങ്ങനെ അദ്ദേഹം സഹസ്രനാമങ്ങൾ കൊണ്ട് ശിവഭഗവാനെ മഹാവിഷ്ണു സഹസ്രനാമങ്ങൾ കൊണ്ട് സാക്ഷാൽ ശ്രീ പരമേശ്വരനെ സ്തുതിച്ചുകൊണ്ടിരുന്നു. ഓരോ നാമത്തിനും ഓരോ താമരപ്പൂവും ചാർത്തി വന്നു. അപ്പോൾ ശങ്കരൻ വിഷ്ണു ഭഗവാന്റെ ഭക്തി പരീക്ഷിക്കുന്നതിനായി ഭഗവാൻ കൊണ്ടുവന്ന് പൂജിച്ചു കൊണ്ടിരിക്കുന്ന താമരപ്പൂക്കളിൽ നിന്ന് ഒരെണ്ണമെടുത്ത് ഒളിപ്പിച്ചു വെച്ചു. ശിവഭഗവാന്റെ ആ മായയാൽ ഭഗവാൻ ശ്രീ മഹാവിഷ്ണു ഇതറിഞ്ഞതുമില്ല. എന്നാൽ ഈ നാമം അവസാനിക്കാറായപ്പോൾ ഒരു പൂവ് കുറഞ്ഞിരിക്കുന്നത് കണ്ട് വിഷ്ണു ഭഗവാൻ വിഷമിച്ചു. ആ പൂവിനു വേണ്ടി ശ്രീഹരി അന്വേഷണം ആരംഭിച്ചു. ഭൂലോകം മുഴുവനും ചുറ്റി നടന്നിട്ടും ശ്രീഹരിക്ക് ഒരു പൂവ് പോലും അപ്പോൾ ലഭിച്ചില്ല. ഉത്തമവ്രതങ്ങൾ അനുഷ്ഠിക്കുന്ന ഭഗവാൻ ശ്രീഹരി ധൈര്യം വിട്ടില്ല. ആ ഒരു പൂവിനു വേണ്ടി വിശുദ്ധ ബുദ്ധിയായ ഭഗവാൻ താമരപ്പൂ പോലെയുള്ള തൻ്റെ നയനങ്ങളിൽ നിന്ന് ഒന്നിനെ തന്നെ പറിച്ചെടുത്ത് ഭഗവാന് സാക്ഷാൽ ശ്രീ പരമേശ്വരന് നേദിച്ചുവെത്രേ. അതുകണ്ട് അത്യന്തം പ്രസന്നനായ ഭഗവാൻ ശ്രീ പരമേശ്വരൻ അതീവ സ്നേഹത്തോടുകൂടി വിഷ്ണു ഭഗവാന്റെ മുൻപിൽ പ്രത്യക്ഷനായി. അങ്ങനെ ഭഗവാൻ ശ്രീഹരിയോട് ഇപ്രകാരം പറഞ്ഞു: അല്ലയോ ശ്രീഹരി, ഞാൻ നിങ്ങളിൽ വളരെയധികം പ്രസന്നനായിരിക്കുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തും ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ഞാനത് തരാൻ തയ്യാറാണ്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു: അല്ലയോ ശിവശങ്കര ഭഗവാനെ, ഞാൻ എന്താണ് പറയേണ്ടത്? അന്തര്യാമിയായ അവിടുന്ന് സകലതും അറിയുന്നവനാണല്ലോ. എങ്കിലും അങ്ങയുടെ ചോദ്യത്തിന് മറുപടി പറയുവാൻ ഞാൻ നിർബന്ധിതനായിരിക്കുന്നു. ദൈത്യന്മാർ സകല ലോകങ്ങളെയും പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങേക്കും ഇത് അറിയാമല്ലോ. അതുമൂലം എല്ലാവരും വളരെയധികം കഷ്ടം അനുഭവിക്കുന്നു. ആ ദൈത്യന്മാരെ നേരിടുവാൻ എൻ്റെ ആയുധങ്ങൾ പോരാതെയും വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാനിതാ അങ്ങേ അഭയം പ്രാപിച്ചിരിക്കുന്നു. ശ്രീഹരി ഇപ്രകാരം പറഞ്ഞപ്പോൾ ദേവാദിദേവനായ ശംഭു തേജോരാശിമയമായ സ്വന്തം സുദർശന ചക്രം ഭഗവാന് നൽകി അനുഗ്രഹിച്ചു എന്നതാണ് ഈ കഥ. ഭഗവാൻ ശ്രീഹരി സുദർശന ചക്രം ഉപയോഗിച്ച് പിന്നീട് സകല ദൈത്യന്മാരെയും വധിച്ച് ലോകത്തെ രക്ഷിച്ചു. അതോടുകൂടി ദേവന്മാർക്കും സൗഖ്യം ലഭിക്കുകയും തനിക്ക് സുദർശന ചക്രം ലഭിച്ചതിൽ ഭഗവാൻ അത്യധികം പ്രസന്നനും പരമസൗഖ്യവാനുമായി മാറുകയും ചെയ്തു.